ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് സ്കോട്ട്ലൻഡ് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 നേരത്തെ നമ്മൾ പങ്കുവച്ചിരുന്നു. ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ ജനലിലൂടെയുള്ള വ്യൂ ആണ്. ഗോൾഡൻ ജൂബിലി ഹോട്ടൽ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലും ഹോട്ടലിലൂടെ അടുത്തടുത്തിരിക്കുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മൾ താമസിച്ചത്. അത് അത്യാവശ്യം വലിയ ഹോട്ടലാണ്. കൂടാതെ ഇവിടുത്തെ ഇതിനോട് ചേർന്നുള്ള ഹോസ്പിറ്റലാണ് ഇവിടെ ഈ കാർഡിയോളജി പരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഫേമസ് ആയിട്ടുള്ളത്. ഇത് ആ ഹോട്ടലിൻ്റെ ലോബിയാണ്. നമ്മൾ ഒരു നൈറ്റാണ് ഇവിടെ സ്റ്റേ ചെയ്തത്. രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഗ്ലാസ്ഗോയിലെത്തി. ഗ്ലാസ്ഗോയിൽ നിന്ന് ഗോൾഡൻ ജൂബിലി ഹോട്ടലിൽ വന്ന് താമസിച്ചു. എന്നിട്ട് രണ്ടാമത്തെ ദിവസം നമ്മൾ ലോക്ക് ലമോണ്ട് എന്നുള്ളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനായിരുന്നു പ്ലാൻ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബുക്കനൻ ബസ് സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ബസ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ലുസ് എന്ന് പറയുന്ന വില്ലേജിലേക്കാണ് നമ്മൾ പോകാനായിട്ട് ബസ് ബുക്ക് ചെയ്തിരിക്കുന്നത്. A82 എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പാണ് ഈ ബസ്സിനുള്ള. അപ്പം അത് ഓൺ ദ വേ ആണ്. അവർ നമ്മളവിടെ ഇറക്കി. അവിടെ നിന്ന് വളരെ അടുത്താണ് ഈ ലോക്ക് ലമോണ്ട് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇന്നത്തെ പ്ലാന് കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാമെന്ന് കരുതി നമ്മളിതാ ഈ പറയുന്ന ക്യാമ്പിൾ ടൗൺ എന്ന് പറയുന്ന ഫൈനൽ ഡെസ്റ്റിനേഷനുള്ള ബസ്സിൽ കയറി ലോക്ക് ലമോണ്ടിലേക്ക് പോകാനാണ്. ഒരു മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ നമ്മളിതാ ലോക്ക് ലമോണ്ടിലേക്ക് എത്തി. ഇതാണ് നമ്മൾ ബസ് സ്റ്റോപ്പ് ഇറക്കി വിട്ടടുത്തുള്ള കാഴ്ച. ഇനി മൊത്തം ഇതുപോലെ ഫുൾ പ്രകൃതി രമണീയമായുള്ള സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ചുറ്റും മലനിരകളും മൊത്തം പച്ചപ്പുള്ള സ്ഥലമാണ്. ഇവിടെ കൂടുതലും ഈ ഗ്രാമപ്രദേശങ്ങൾ പോലുള്ള സ്ഥലങ്ങളാണ്. നമ്മളിപ്പോൾ ഗ്ലാസ്ഗോ എന്ന് പറയുന്ന നഗരം വിട്ട് ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ ഫുള്ള് അതിൻ്റേതായിട്ട് ഉള്ള ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നന്നായിട്ട്. ഒരുപാട് വലിയ പ്രോപ്പർട്ടികളിലാണ് ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ചുറ്റും മരങ്ങളും ചെടികളും മറ്റ് പരിപാടികളൊക്കെയാണ്. കാരണം സ്കോട്ട്ലൻഡിൽ ഈ ലാൻഡ്സ്കേപ്പാണ് പ്രധാനം. അപ്പോൾ അത് കാണാതെ മടങ്ങിയ നമുക്കൊരു വലിയ നഷ്ടമാണെന്ന് അറിയാവുന്നത് കൊണ്ട് ഒരു ദിവസം നമ്മൾ അത് പ്ലാൻ ചെയ്തേക്കാം. നമ്മുടെ മൊത്തം 3 ദിവസത്തെ യാത്രയിൽ ഒരു ദിവസം പ്രകൃതി ഭംഗി ആസ്വദിക്കാം. മറ്റ് 2 ദിവസം ഗ്ലാസ്ഗോ സിറ്റിയും എഡിൻബ്ര സിറ്റിയും എക്സ്പ്ലോർ ചെയ്യാം എന്നായിരുന്നു നമ്മുടെ തീരുമാനം. അങ്ങനെ നമ്മൾ ഈ ലോക്ക് ലമോണ്ട് എന്ന് പറയുന്ന ചെറിയ വില്ലേജിലൂടെ ഇപ്പം സഞ്ചരിക്കുകയാണ്. ലസ് എന്നാണ് വില്ലേജിൻ്റെ പേര്. ഇവിടെ മെയിനായിട്ട് ലേക്കിനെയാണ് ഇവർ ലോക്ക് എന്ന് പറയുന്നത്. ഇത് വളരെ ചരിത്രപ്രധാനമായിട്ടുള്ളൊരു വില്ലേജാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആ ബോർഡിൽ നമ്മൾ കണ്ടത്. ഇവിടുത്തെ വീടുകളെല്ലാം കണ്ടിട്ട് ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ട്. വളരെ ചെറിയ വീടും അതും പാറക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നവയാണ്. കാണാനൊക്കെ ഭയങ്കര രസമായിരുന്നു. എല്ലാ വീട്ടിലും ചെറിയ പൂന്തോട്ടം പോലെയും കൂടുതലും റോസാ ചെടികളും മറ്റുമാണ് ഇവർ നട്ടേക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതിലൂടെ നടന്ന് ഇവർക്കൊരു ബോട്ടിംഗ് സർവീസ് ഉണ്ട്. ആ ബോട്ടിംഗ് സർവീസിൻ്റെ സ്ഥലത്ത് പോയാൽ നമുക്ക് ബോട്ടിൽ കയറി ഇവിടെ തന്നെ ഒരുപാട് തുരുത്തുകളുണ്ട്. ആ ചെറിയ ചെറിയ തുരുത്തിന് ചുറ്റും ഇവർ നമ്മൾ ആ ബോട്ടിൽ കൊണ്ടുപോകും. കൂടാതെ വേണമെങ്കിൽ നമുക്ക് 1-2 തുരുത്തിൽ ഇറങ്ങുകയും ചെയ്യാം. ഇല്ല എങ്കിൽ ബൽഹമ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിൽ പോയിട്ട് അതും ഒരു വില്ലേജാണ്. ആ വില്ലേജിൽ ഒരു വില്ലേജ് ടൂർ നടത്താം. ഇത് ഷട്ടിൽ സർവീസ് പോലുള്ള ബോട്ടാണ്. ഓരോ 1 മണിക്കൂർ ഇടവിട്ടും ഇവർ ഈ പറയുന്ന തുരുത്തുകളിലൂടെയും കൂടാതെ നമ്മളിപ്പോൾ പോകുന്ന ബലാമ വില്ലേജിലൂടെയും സഞ്ചരിക്കും. നമ്മൾ അങ്ങനെ ബലാമ വില്ലേജിൽ വന്നിറങ്ങി അവിടെ ജസ്റ്റ് പ്രകൃതി ഭംഗി അവിടത്തെയും കൂടെ ആസ്വദിച്ചിട്ട് തിരിച്ചു വരാമെന്നുള്ള രീതിയിൽ അവിടെയൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്തു. ഇത് പൊതുവെ ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥലം പോലത്തെ സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ നല്ല ധനികരായിട്ടുള്ള ആൾക്കാർ വന്ന് സെറ്റിലാകുന്ന സ്ഥലമാണ് ഈ ബലാമ വില്ലേജ്. അവരൊരു വെക്കേഷൻ സ്പോട്ട് പോലെ അവരുടെ റിസോർട്ടുകളും അല്ലാതെ വെക്കേഷൻ വീടുകളും എല്ലാം പണിത് അവിടെ ഒരു ഗെറ്റ് അവേ പ്ലേസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന സ്ഥലമാണിത്. ഇത് മലകൾക്കിടയിൽ ആണ്. അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉള്ള ഓക്ക് ട്രീ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നമ്മൾ പിസയും കാപ്പിയും ബർഗറും ഒക്കെ കുടിച്ചായിരുന്നു. എന്നിട്ട് നമ്മൾ വെറുതെ ഇവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഇവിടെ നടന്ന് കാണാനുള്ളതേ ഉള്ളൂ. ഒരുപാട് യാത്രക്കാർ ഇവിടെ ട്രെക്കിങ്ങിന് വരുന്നതായിട്ട് നമ്മൾ കണ്ടു. നമ്മൾ പൊതുവെ മടിയന്മാരായതുകൊണ്ട് അങ്ങനെ ഒരുപാട് നടന്നുള്ള പരിപാടിക്കൊന്നും പോയില്ല. വെറുതെ കുറച്ച് ടൈം ഈ ഒരു ബൽഹാമ വില്ലേജിൽ സ്പെൻഡ് ചെയ്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ
സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇവിടെ ഒരുപാട് സ്റ്റേക്കേഷൻ പോലത്തെ സ്ഥലങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു വെക്കേഷൻ പോലെ വന്ന് താമസിക്കാം. ഈ വില്ലേജിൻ്റെ പ്രകൃതി ഭംഗിയും എല്ലാം ആസ്വദിച്ച് മടങ്ങിപ്പോകത്തക്ക രീതിയിലെ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഈ സ്ഥലം ഒക്കെ നടന്നു കണ്ടു. എന്നിട്ട് ഇവിടെ ഒരു വളരെ പഴക്കമുള്ള ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. ഇവിടെ ഇന്ന് ഒരു വെഡ്ഡിങ് നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ ഭാഗമായിട്ട് സ്കോട്ട്ലൻഡിൻ്റെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഡ്രസ്സ് അണിഞ്ഞ് ഈ ബ്രൈഡിനെയും ഗ്രൂമിനെയും സ്വീകരിക്കാൻ എത്തിയ കൂട്ടരുടെ മ്യൂസിക്കും മറ്റു പരിപാടികളും ഒക്കെയാണ് നടന്നത്. ഈ പള്ളിയുടെ മുന്നിൽ ജസ്റ്റ് അവിടെ നടക്കുന്ന പരിപാടികളെല്ലാം കണ്ടിട്ട് നമ്മളതിൻ്റെ അടുത്തുകൂടെ നടന്ന് അവിടെ ഒരു അരുവി പോലുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ അരുവി പോലുള്ള സ്ഥലത്തൂടെ എല്ലാം നടന്ന് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് മനസ്സൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കിയിട്ട് വൈകിട്ട് നമ്മൾ തിരിച്ചു മടക്ക യാത്രയും അതേ ബസ്സിൽ തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വണ്ടിയിൽ കയറി നമ്മൾ തിരിച്ച് ബുക്കനൻ ബസ് സ്റ്റേഷനിൽ പോയി വീണ്ടും ഗോൾഡൻ ജൂബിലിയിൽ തന്നെ പോയി നിൽക്കാനാണ് പ്ലാൻ. അപ്പോൾ ഈ ഒരു കാഴ്ചകൾ നല്ല രസമായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളൊരു സ്കോട്ട്ലൻഡ് യാത്ര നടത്തുന്നെങ്കിൽ എന്തായാലും ഇതുപോലെ ലാൻഡ്സ്കേപ്പും മലനിരകൾക്കിടയിലും ഉള്ള സ്ഥലങ്ങൾ കൂടെ ചൂസ് ചെയ്ത് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ലോക്ക് ലമോണ്ട് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ലസ് എന്നാണ് ആ വില്ലേജിൻ്റെ പേര്, LUSS. അപ്പോൾ അവിടെ പോയി ഈ യാത്രയൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.